നല്ല കിഡിലൻ ആംബിയൻസ് ആണ്. എന്ത് രസം നോക്കി, എന്ത് രസമായിട്ട് സെറ്റ് ചെയ്തേക്കുന്നു നോക്കി. അങ്ങനെ നമ്മൾ ഫേമസ് ഷെഫ് പിള്ള റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് കേട്ടോ. റെഡിയാണോ ഷെഫ് പിള്ള ട്രൈ ചെയ്യാൻ? റെഡിയാണോ അല്ലേ? ഇടും, തീർച്ചയായിട്ടും ഇടും. ഉണ്ടോ, ഇതാണ് ഇപ്പം നമ്മൾ വന്നത് കുറച്ച് വൈകിപ്പോയി. ഇതാണ് സമയം. അപ്പോൾ 4 മണി to 6 മണി ലിമിറ്റഡ് മെനു ആണ്. ഇത്രേ ഉള്ളൂ കേട്ടോ. ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മീൽസ് എല്ലാം ഉണ്ടാവും. ഇതും പിന്നെ എന്താ ഉള്ളത്, കള്ളൊക്കെ ഉണ്ട് കേട്ടോ. 4 to 6 മണി ഇത് മാത്രമേ ഉള്ളൂ, ലിമിറ്റഡ് മെനു ആണ്. റെഡി? ഈ സാധനമാണ് വേനാട് പാൽക്കൊഞ്ച്. കൊതി വിട്ടിരിക്കുന്ന 2 പേര് വേനാട് പാൽക്കൊഞ്ച് ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എൻട്രി സൂപ്പറാ. ഇതാണ് കേട്ടോ വേനാട് പാൽക്കൊഞ്ച്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. അനേ രുചിയാണ്. ഗ്രേവി സൂപ്പറായിരിക്കും. ഈ ഗ്രേവി ഭയങ്കര പൊളിയാട്ടോ. ഗ്രേവി ഭയങ്കര പൊളിയാണ്, രക്ഷയില്ല. അലന്റെ പോർഷൻ വേഗം തിന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കുമ്പോൾ കൊതി വിട്ടുകൊണ്ടിരിക്കുകയാണ്. തരൂല, തൊട്ട് പോകരുത്. ഇതിന് ഗ്രേവി സൂപ്പറാണ്. ഗ്രേവി കഴിച്ചോ? അതിന് ഞാൻ നിന്നെ അനുവദിക്കും. ഗ്രേവി കഴിച്ചോ, വേണേ കറിവേപ്പിലേക്ക് കഴിച്ചോ. അടിപൊളിയാണ്. അങ്ങനെ ഇങ്ങനെ ഒന്നും ഫുഡ് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഈ പറയുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അടിപൊളി. അപ്പൊ പേരിനുള്ള വേറെ വരും. ഗ്രേവി പൊള്ളിയാണ്. ഉണ്ടോ? വേനാട് പാൽക്കൊഞ്ചിന്റെ ഇപ്പത്തെ അവസ്ഥയാണ്. ഈ വാഴയില വരെ ഞങ്ങൾ വേണമെങ്കിൽ ഇപ്പം നക്കി തിന്നും. അന്യായ രുചി കേട്ടോ. ടേസ്റ്റ് ഒന്നും പറയാനില്ല. കഴിച്ചോ. ഇവിടെ ഞങ്ങൾ ഇനിയിപ്പം അടി നടക്കുന്നത് തോന്നുന്നത്. ഞാൻ ആദ്യം ഉണ്ടല്ലോ വേനാട് പാൽക്കൊഞ്ച് വന്നപ്പം ഞാൻ അവനോട് പറഞ്ഞു, നീ എടുത്ത് കഴിച്ചു കഴിഞ്ഞപ്പോഴല്ലേ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. രണ്ടാമത് ഒന്നുകൂടി ഓർഡർ ചെയ്തു. ഇവിടെ ഒരാള് അളന്ന് മുറിച്ച് ഇനി കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അതിന്റെ ഗ്രേവി പോലും എക്സ്ട്രാ എടുക്കാൻ പാടില്ലെന്ന് പ്രത്യേക ഓർഡർ അലന് കൊടുത്തിട്ടുണ്ട്. അത്ര രുചിയുണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല അല്ലേ. അങ്ങനെ ഇങ്ങനെയൊന്നും ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളല്ല, ഭയങ്കര പിക്കിയാണ്. പക്ഷെ അവളിങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അത്ര സ്പെഷ്യലായിരിക്കും. ഇവൻ പിന്നെ എന്തും കഴിക്കും. പക്ഷെ നല്ലതാണ്, രുചി അറിയും. പൊള്ളിയാണ്, ഒരു രക്ഷയില്ല. വേനാട് പാൽക്കൊഞ്ച് നമ്മൾ റിപ്പീറ്റ് അടിച്ചു. നമ്മൾ ഭയങ്കര കൊതിയന്മാരാന്ന് തോന്നുന്നുണ്ട്. അവർ കൂടുതൽ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. കൂടുതൽ പോർഷൻ ഉണ്ട് കേട്ടോ, കൂടുതൽ പോർഷൻ ഉണ്ട്. പക്ഷെ ഈ പ്രാവശ്യം അല്ലേ എനിക്ക് തോന്നുന്നത് കുഞ്ഞിതാണ്. അതുകൊണ്ട് ഉണ്ടോ, അവനൊരു കടിക്കുള്ളതേ ഉള്ളൂ. ഞാൻ തിന്നില്ലെങ്കിൽ എനിക്കൊന്നും കിട്ടൂല, വീഡിയോ എടുത്തോണ്ടിരിക്കേണ്ടി വരും. അപ്പൊ ഞാൻ നേരെ ഇതിനകത്തോട്ട് കിടക്കട്ടെ. ഓക്കെ, ഇനി കഴിച്ചിട്ട് കാണാം. നമ്മുടെ മെയിൻ കോഴ്സ് വന്നു കേട്ടോ. അപ്പം, സിയർ ഫിഷ് നിർവാന. അയ്യോ, ഇത് പനീറാണോ? അതാ പനീർ അല്ലേ. ഇത് പനീർ, ഇത് സിയർ ഫിഷ് നിർവാന. ഇത് സിയർ ഫിഷ് നിർവാന അച്ചു ഇടിയപ്പമാണ്.
കഴിച്ചോടാ, കഴിച്ചോ. നീ കഴിച്ചോ, കഴിക്കടാ. Thank you. Yeah, sure. Thank you. പനീർ നിർവാന സൂക്ഷിച്ചിട്ട് കേട്ടോ. എടുത്തോട്ടോ, വലിയ പീസ. എന്താ ഭയങ്കര സിയർ ഫിഷ് നിർവാന അല്ലേ? നെയ്മീൻ നിർവാന രക്ഷയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കണ്ണ് കാണുന്നില്ലേ ഫുഡ് കഴിച്ചിട്ട്? പയ്യെ കഴിക്കട്ടോ, ആക്രാന്തത്തോടെ വിഴുങ്ങില്ലേ. എങ്ങനെയുണ്ട് അച്ചു? പനീർ നിർവാന എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ആണോ? മീനാണോ? ഞാൻ പറഞ്ഞല്ലേ അതിന്റെ അടിപൊളി കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ മത്സരിച്ചിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻ ഭയങ്കര സോഫ്റ്റ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പൂ പോലെ ഇരിക്കുന്ന മീൻ, അടിപൊളി. പനീർ നിർവാനയാട്ടോ ഇത്. പനീർ ഫിഷ് രക്ഷയില്ല. നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫിഷിന്റെ ഗ്രേവിയാ ടേസ്റ്റ്. ഗ്രേവി പനീർ കുഴപ്പമില്ല, പക്ഷെ ഫിഷ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പനീർ അങ്ങനെ അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. പനീർ സൂപ്പറാട്ടോ, കൊള്ളൂല എന്നല്ല പറഞ്ഞേ, നല്ലത് തന്നെ. പക്ഷെ ഫിഷ് കഴിച്ചു കഴിഞ്ഞിട്ട് പനീർ ഇഷ്ടപ്പെടുത്തില്ല. ഓക്കെ, താങ്ക് യു. കുഴപ്പമില്ല. ഡീപ്പായിട്ട് മിക്സ് ചെയ്യണ്ട, മിക്സ് ചെയ്ത് തരാം. ഇതാണ് ഉണ്ണിയപ്പം ഫലൂദ അല്ലേ? അലൻ ട്രൈ ചെയ്തിട്ട് പറ. ഇളകിയോ? നന്നായിട്ട് ഇളകട്ടെ. അത് ക്രാക്ക് ചെയ്തിട്ട് അത് ഉള്ളിൽ പോണം, പുറത്തല്ലടാ. കറക്റ്റ് 3 പീസും നിനക്കേ പറ്റും. അവൻ ആക്രാന്തം കാരണം മിക്സ് ചെയ്യാനൊന്നും സമയമില്ല. കൊള്ളാമോ? കുട്ടി ഉണ്ണിയപ്പം തോന്നുന്നുണ്ടല്ലേ അതിനകത്ത്. അവിടെ പകുതിയായി. ഞാൻ ട്രൈ ചെയ്യാൻ പോവാം. ഞാൻ വിളിച്ചു തരാന്ന് പറഞ്ഞ കേൾക്കത്തില്ല. ഞാൻ വിളിച്ചു തരാം. അത് ക്രാക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലിടുക. 2 പീസേ ഉള്ളൂ കേട്ടോ ഉണ്ണിയപ്പം. കുട്ടി ഉണ്ണിയപ്പം ആണല്ലേ? 2. കൊള്ളാവോടാ? വെറൈറ്റി ടേസ്റ്റ്. കഴിച്ചിട്ട് പറ. കഴിക്കുന്നേ, കുറച്ച് കഴിച്ചോ, താഴെ വീഴിക്കാതെ.
ഉണ്ണിയപ്പം ഫലൂഡ ട്രൈ ചെയ്യാൻ പോവാ കേട്ടോ. ഏതാണ്ട് ഈ ഫ്രൂട്ട് സ്ട്രോബെറിയോ? സ്ട്രോബെറി എങ്ങനെയുണ്ട് ചേച്ചാ? ഉണ്ണിയപ്പം ഫലൂഡ കേട്ടോ, അടിപൊളി. കുഞ്ഞുണ്ണിയപ്പമാണ് അതിനകത്തുള്ളത്. ആകെ 2 പീസേ ഉള്ളൂ തോന്നേ. രണ്ടാണോ നോക്കട്ടെ. ഞാൻ 2 പീസേ ഞങ്ങൾക്ക് കിട്ടുള്ളൂ അല്ലേ? ഇതിനകത്ത് എന്തൊക്കെ ചെറിയ കഷ്ണം ഉണ്ടായിരുന്നു തോന്നുന്നു. ആണോ? എന്തൊക്കെയാണ് അരി വറുത്തൊക്കെ ഇട്ടിട്ടുണ്ടോ? ആരാ ഇത് നിർത്തി യൂട്യൂബ് ഇടരുത് കേട്ടോ. നീ പ്രശസ്തനാവട്ടെടാ. എനിക്ക് ഞാൻ പ്രശസ്തനാവണ്ട. ആവണോടാ, പ്ലേസ്മെന്റ് ഒക്കെ പെട്ടെന്ന് പറഞ്ഞല്ലേ. എൻ്റെ ഹെയർ സ്റ്റൈലും എങ്ങനെയുണ്ട് ചേച്ചാ? സൂപ്പർ കേട്ടോ. ഉണ്ണിയപ്പം ഫലൂഡ അടിപൊളിയാണ്. 2 കുഞ്ഞുണ്ണിയപ്പം അതിനകത്തുണ്ട്. ഇത് നല്ല വെറൈറ്റി ഒരു ഫ്ലേവർ. അരി വറുത്തിട്ട് എന്തോ ഒരു വരി കടിക്കുന്നേ. എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഇതുണ്ടായിരുന്നു, എന്ത് കോൺഫ്ലെക്സ് ഉണ്ടായിരുന്നു, കോൺഫ്ലേക്സ് ആണോ? പിന്നെ കുറേ ഫ്രൂട്ട്സ്, ജെല്ലി ഉണ്ടായിരുന്നു. ജെല്ലി ഉണ്ടായിരുന്നു അടിയിൽ റെഡ് കളർ. പിന്നെ സേമിയ പോലത്തെ ബർമിഷല്ലി. പിന്നെ പാല് ഫ്ലേവേർഡ് ബസ്മതി പാലല്ല ബസ്മതി എന്ത് ബസ്മതി അത് മിൽക്ക് തന്നെ, അങ്ങനെ വേണ്ട. ബസ്മതി മിൽക്ക് കൊള്ളാം കേട്ടോ. ഒരു വെറൈറ്റി സാധനം. അങ്ങനെ ആ ആഗ്രഹം ഒന്ന് സാധിച്ചു. പേര് അഞ്ജിത്ത് അല്ലേ? നല്ല സർവീസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഫുഡ് ശരിക്കും എൻജോയ് ചെയ്തു. അടിപൊളിയാണ്. എന്താണ് അഭിപ്രായം? അടിപൊളിയല്ലേ അലൻ? സൂപ്പർ. അലന് കഴിച്ചിട്ട് എണീക്കാൻ വയ്യ. ഇനിയും വരുന്ന പറഞ്ഞ അവന് ഇവിടെ തന്നെ ഉള്ള, അപ്പൊ അവന് ഇനിയും വന്ന് കഴിക്കാം. നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം അവധിക്ക് വരുമ്പോൾ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് അഞ്ജിത്ത്. അയ്യോ, അങ്ങനെ നമ്മൾ എവിടെ പോയാലും ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം അവസാനം കൊണ്ടുവരും. അതാണ് പ്രത്യേകം പെട്ടിയിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. ലേമറഡിയൻ്റെ പുറകുവശമാണ് കേട്ടോ. നല്ല ആംബിയൻസ് ആണ്. ഷെഫ് പിള്ളை റെസ്റ്റോറൻറ്റ് ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. ഒന്നും പറയാനില്ല. ആംബിയൻസ് കിടിലൻ, ഫുഡ് അതിലും കിടിലൻ, ഒരു രക്ഷയില്ല. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. മെനുവിലുള്ളത് നമുക്ക് ഒരുപാട് ഐറ്റംസ് ട്രൈ ചെയ്യാൻ പറ്റിയിട്ട് ലിമിറ്റഡ് മെനു ആയിരുന്നു. നമ്മൾ ചെന്ന സമയം ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. ഓക്കെ, പക്ഷേ ഫുഡ് കിടിലനാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വേനാട് പാൽക്കൊഞ്ചും ഉണ്ണിയപ്പം ഫലൂഡയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ നിർവ്വാന മേടിക്കുമ്പം ഭയങ്കര വലിയ പോർഷനാണ്. 2 പേർക്ക് നന്നായിട്ട് കഴിക്കാനുണ്ട് ഒരു പോർഷൻ മേടിച്ചാൽ. അത് നമുക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ വില അത്യാവശ്യം വിലയുണ്ട്. ഇതൊരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ ഷെഫ് പിള്ളை ഒരു സെലിബ്രിറ്റി ബ്രാൻഡാണ്. അപ്പം അതൊക്കെ മനസ്സിൽ വെക്കുക. എല്ലാം കൊണ്ടും ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു കിടിലൻ വ്ലോഗുമായിട്ട് വരുന്നവരെ ബൈ.